ഞാൻ റോബിൻ മാത്യു. ഷെക്കേന വേൾഡ് ടുഡേയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾക്ക് സമീപം വീണ്ടും നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതായി റിപ്പോർട്ട്. യുറേനിയം സമ്പുഷ്ടീകരണ പ്രവർത്തനങ്ങളെയോ പ്രധാന ഉപകരണങ്ങളെയോ സംരക്ഷിക്കുന്നതിനാണ് ഈ നിർമ്മാണ പ്രവർത്തനങ്ങൾ എന്നാണ് നിഗമനം. ആണവ നിരായുധീകരണം സംബന്ധിച്ച് ഇറാനും അമേരിക്കയും തമ്മിൽ ചർച്ചകൾ പുരോഗമിക്കുന്നതിനിടയിലാണ് ഈ പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ 12 ദിവസത്തെ ഇറാൻ ഇസ്രായേൽ യുദ്ധസമയത്ത് അമേരിക്ക ബോംബിട്ട് തകർത്ത ആണവ കേന്ദ്രത്തിന് സമീപത്താണ് ഇറാൻ ഭൂഗർഭ സമുച്ചയം ശക്തിപ്പെടുത്തുന്നതായി ഉപഗ്രഹ ചിത്രങ്ങളിൽ കാണിക്കുന്നത്. 2025 ജൂണിൽ US ഇസ്രായേൽ വ്യോമാക്രമണങ്ങളിൽ ആക്രമിക്കപ്പെട്ട നതാൻസ് ആണവ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ഇടത്തു നിന്നും ഏകദേശം 2 കിലോമീറ്റർ വടക്ക് സ്ഥിതി ചെയ്യുന്ന പിക്കാക്സ് പർവ്വത മേഖലയിലാണ് പുതിയ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതായി ചിത്രങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. ഇറാന്റെ ആണവ പദ്ധതിയുമായി ബന്ധപ്പെട്ട് പുതിയ കരാറിൽ ഒപ്പിട്ടില്ലെങ്കിൽ ഇറാനെതിരെ സൈനിക നടപടി സ്വീകരിക്കുമെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഭീഷണി മുഴക്കുന്ന പശ്ചാത്തലത്തിലാണ് ഈ പുതിയ റിപ്പോർട്ട് പുറത്തുവരുന്നത്. US ആസ്ഥാനമായുള്ള തിങ്ക് ടാങ്കായ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ സയൻസ് ആൻഡ് ഇന്റർനാഷണൽ സെക്യൂരിറ്റി ആദ്യം വിശകലനം ചെയ്ത ഫോട്ടോകളിൽ പിക്കാക്സ് പർവ്വതം എന്നും അറിയപ്പെടുന്ന മൗണ്ട് കൊളാത്ഗാഗ്ലയിലെ തുരങ്ക പ്രവേശന കവാടങ്ങൾ ശക്തിപ്പെടുത്തുന്നതായി വ്യക്തമായിരുന്നു. ഇറാന്റെ യുറേനിയം സമ്പുഷ്ടീകരണ പ്രവർത്തനങ്ങളെയോ പ്രധാന ഉപകരണങ്ങളെയോ സംരക്ഷിക്കുന്നതിനാണ് ഈ സൗകര്യം രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് എന്നാണ് വിദഗ്ധർ വിലയിരുത്തുന്നത്. എന്നാൽ അതിന്റെ കൃത്യമായ ഉദ്ദേശം എന്താണ് എന്നോ അത് പ്രവർത്തനക്ഷമമാണോ എന്നോ ഇപ്പോഴും വ്യക്തമല്ല. ബംഗ്ലാദേശ് തെരഞ്ഞെടുപ്പിൽ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിക്ക് വൻ വിജയം. 2001 അവസാനമായി തെരഞ്ഞെടുപ്പിൽ വിജയിച്ച താരിഖ് റഹ്മാന്റെ നേതൃത്വത്തിൽ 2 പതിറ്റാണ്ടുകൾക്ക് ശേഷമാണ് പാർട്ടി അധികാരത്തിലേക്ക് തിരിച്ചുവരവ് ഉറപ്പിച്ചിരിക്കുന്നത്. അതിനാൽ തന്നെ പ്രക്ഷുബ്ധമായ രാജ്യത്തിന്റെ രാഷ്ട്രീയ പാതയിൽ നാടകീയമായ മാറ്റത്തിന്റെ സൂചന നൽകുന്ന നിർണായകമായ ജനവിധിയാണിത്. പ്രധാനമന്ത്രിയായിരുന്ന ഷെയ്ഖ് ഹസീനയെ സ്ഥാനഭ്രഷ്ടയാക്കിയ രാഷ്ട്രീയ കലാപത്തിന് പിന്നാലെ അതീവ സംഘർഷഭരിതമായ സാഹചര്യത്തിൽ നിന്നായിരുന്നു തിരഞ്ഞെടുപ്പ് നടന്നത്. BNPയെ നയിച്ചിരുന്ന ഖാലിദ് സിയുടെ മകനാണ് പ്രധാനമന്ത്രിയാകാൻ ഒരുങ്ങുന്ന താരിഖ് റഹ്മാൻ. അതേസമയം ജമാഅത്തെ ഇസ്ലാമിക്ക് തെരഞ്ഞെടുപ്പിൽ കനത്ത തിരിച്ചടി നേരിട്ടു. ഫലങ്ങൾ തുടർച്ചയായി വന്നതോടെ 2 അക്ക സീറ്റുകളിൽ പാർട്ടി ഒതുങ്ങുകയായിരുന്നു. തെരഞ്ഞെടുപ്പ് നടന്ന 299 സീറ്റുകളിൽ 3-2 സീറ്റുകൾ നേടിയാണ് BNPയുടെ വിജയം. നാഷണൽ സിറ്റിസൺ പാർട്ടി 30 സീറ്റുകളിൽ മത്സരിച്ചുവെങ്കിലും 5 മാത്രമാണ് വിജയം കരസ്ഥമാക്കിയത്. BNPയുടെ ജയം അംഗീകരിക്കുന്നെന്നും അനാവശ്യ പ്രതിരോധം ഉയർത്തുന്ന പ്രതിപക്ഷമാകില്ല എന്നും ജമാഅത്തെ ഇസ്ലാമി നേതാവ് ഷഫീഖുർ റഹ്മാൻ വ്യക്തമാക്കുകയുണ്ടായി. അതേസമയം തെരഞ്ഞെടുപ്പ് ആസൂത്രിത പ്രഹസനമാണ് എന്ന് സ്ഥാനഭ്രഷ്ടയാക്കപ്പെട്ട പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീന ആരോപിച്ചു. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി ഏപ്രിലിൽ കൂടിക്കാഴ്ച നടത്തുമെന്ന് US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഈ വർഷം അവസാനം ഷീ ജിൻപിങ് US സന്ദർശിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഞാൻ ഏപ്രിലിൽ പ്രസിഡന്റ് ഷീ ജിൻപിങ്ങിനെ സന്ദർശിക്കും. അദ്ദേഹം ഈ വർഷം അവസാനം ഇങ്ങോട്ട് വരുന്നുണ്ട്. ഞാൻ അതിനായി കാത്തിരിക്കുകയാണ്. ചൈനയുമായുള്ള ഞങ്ങളുടെ ബന്ധം ഇപ്പോൾ വളരെ മികച്ചതാണ് എന്നും ഡൊണാൾഡ് ട്രംപ് പറഞ്ഞു. അതേസമയം യാത്രയുടെ കൃത്യമായ തീയതികൾ ട്രംപ് വെളിപ്പെടുത്തിയില്ല. ലോകത്തിലെ ഏറ്റവും ശക്തമായ 2 രാജ്യങ്ങളാണ് USഉം ചൈനയും എന്നതുകൊണ്ട് തന്നെ താനും ഷീ ജിൻപിങ്ങും തമ്മിൽ നല്ല ബന്ധം പുലർത്തുന്നത് പ്രധാനമാണ് എന്നും ട്രംപ് പറഞ്ഞു. ഫെബ്രുവരി 4 ട്രംപും ഷീ ജിൻപിങ്ങും 90 മിനിറ്റ് നീണ്ട ടെലിഫോൺ സംഭാഷണം നടത്തിയിരുന്നു. ഇറാൻ ഉക്രൈൻ വിഷയങ്ങൾ ഒഴിവാക്കി പൂർണ്ണമായും വ്യാപാരത്തിലാണ് ആ സംഭാഷണം ശ്രദ്ധ കേന്ദ്രീകരിച്ചത് എന്ന് ട്രംപ് പറഞ്ഞു. കഴിഞ്ഞ 1 വർഷമായി താനും ട്രംപും തമ്മിൽ മികച്ച ആശയവിനിമയം നടക്കുന്നുണ്ടെന്നും ബുസാനിൽ നടന്ന കൂടിക്കാഴ്ച ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധത്തിന് ശരിയായ ദിശ നൽകിയെന്നും ഷീ ജിൻപിങ് പറഞ്ഞതായി ചൈനീസ് ഔദ്യോഗിക മാധ്യമമായ സിൻഹുവയും റിപ്പോർട്ട് ചെയ്തിരുന്നു. മിഡിൽ ഈസ്റ്റിലേക്ക് മറ്റൊരു വിമാനവാഹിനി കപ്പൽ കൂടി അയച്ച് അമേരിക്ക. ഇറാനുമായുള്ള സംഘർഷങ്ങൾ വർദ്ധിക്കുന്നതിനിടയിലാണ് അമേരിക്ക മിഡിൽ ഈസ്റ്റിലേക്ക് 2ാമതൊരു വിമാനവാഹിനി കപ്പൽ കൂടി അയക്കുന്നത് എന്ന് അമേരിക്കൻ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. USS ജെറാർഡ് ആർ ഫോർഡ് എന്ന വിമാനവാഹിനി കപ്പലും അതിന്റെ അകമ്പടി കപ്പലുകളും കരീബിയനിൽ നിന്ന് മിഡിൽ ഈസ്റ്റിലേക്ക് എത്തുന്നതായാണ് റിപ്പോർട്ട്. ഈ ആഴ്ച ആദ്യം ഇറാനുമായി ഒരു കരാറിലെത്തിയില്ല എങ്കിൽ മിഡിൽ ഈസ്റ്റിലേക്ക് 2ാമത്തെ വിമാനവാഹിനി കപ്പൽ അയക്കുന്നത് പരിഗണിക്കുന്നതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നേരത്തെ പറഞ്ഞിരുന്നു. വിമാനവാഹിനി കപ്പലായ USS എബ്രഹാം ലിങ്കണും നിരവധി ഗൈഡഡ് മിസൈൽ ഡിസ്ട്രോയറുകളും ഇപ്പോൾ തന്നെ മിഡിൽ ഈസ്റ്റിൽ ഉണ്ട്. ഇറാനുമായി സൈനിക നടപടി ഒഴിവാക്കുന്ന ഒരു കരാറിലെത്താൻ ട്രംപ് ശ്രമിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നതായി ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹുവും പറഞ്ഞിരുന്നു. അമേരിക്കയും തായ്വാനും തമ്മിലുള്ള വ്യാപാര നികുതികൾ കുറയ്ക്കുന്നതിനും ഉഭയകക്ഷി ബന്ധം മെച്ചപ്പെടുത്തുന്നതിനുമുള്ള നിർണായകമായ കരാർ ഒപ്പുവെച്ചു. പുതിയ കരാർ പ്രകാരം അമേരിക്കയിലേക്കുള്ള തായ്വാൻ ഉൽപ്പന്നങ്ങളുടെ നികുതി 15% കുറച്ചു. ഇതോടെ ജപ്പാൻ, ദക്ഷിണ കൊറിയ തുടങ്ങിയ രാജ്യങ്ങൾക്ക് ലഭിക്കുന്ന അതേ വ്യാപാര ആനുകൂല്യങ്ങൾ തായ്വാനും ലഭിക്കും. കരാറിന്റെ ഭാഗമായി അടുത്ത 5 വർഷത്തിനുള്ളിൽ അമേരിക്കയിൽ നിന്ന് വലിയ തോതിൽ ഉൽപ്പന്നങ്ങൾ വാങ്ങാൻ തായ്വാൻ സമ്മതിച്ചിട്ടുണ്ട്. പ്രകൃതിവാതകം, വിമാനങ്ങൾ, വൈദ്യുതി ഉപകരണങ്ങൾ തുടങ്ങിയവ ഇതിൽ പ്രധാനമാണ്. തായ്വാന്റെ സാമ്പത്തിക വളർച്ചയ്ക്കും ആധുനിക സാങ്കേതിക വിദ്യയിലെ മുന്നേറ്റത്തിനും ഈ കരാർ
കരാർ വലിയ സഹായകമാവുമെന്ന് പ്രസിഡന്റ് ലാങ് ചിങ്തെ പറഞ്ഞു. അതേസമയം അമേരിക്കയിലെ ചിപ്പ് നിർമ്മാണ മേഖലയിലും ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് രംഗത്തും വൻതോതിൽ നിക്ഷേപം നടത്താൻ തായ്വാൻ കമ്പനികൾ ലക്ഷ്യമിടുന്നുണ്ട്. ലോക പ്രശസ്തമായ തായ്വാൻ സെമി കണ്ടക്ടർ കമ്പനികൾ മാത്രം $100 ബില്യൺ നിക്ഷേപം അമേരിക്കയിൽ നടത്തും. രണ്ട് രാജ്യങ്ങളും തമ്മിലുള്ള സൗഹൃദം കൂടുതൽ ശക്തമാക്കാൻ ഈ പുതിയ സാമ്പത്തിക പങ്കാളിത്തം സഹായിക്കുമെന്നാണ് കരുതുന്നത്. ഉക്രൈനിലേക്ക് വ്യാപകമായ ആക്രമണങ്ങൾ നടത്തി റഷ്യൻ ആക്രമണങ്ങളിൽ ഉക്രൈന്റെ കിഴക്ക് ഭാഗത്ത് ഒരു കുട്ടി ഉൾപ്പെടെ 3 സഹോദരന്മാർ കൊല്ലപ്പെടുകയും ഒഡേസയ്ക്ക് സമീപമുള്ള ഉക്രൈന്റെ കരിങ്കടൽ തുറമുഖങ്ങളിലൊന്നിൽ റഷ്യൻ ഡ്രോൺ ആക്രമണത്തിൽ ഒരാൾ കൊല്ലപ്പെടുകയും 6 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തതായി ഉക്രൈൻ അധികൃതർ വ്യക്തമാക്കി. റഷ്യ ഉക്രൈനിലേക്ക് 154 ഡ്രോണുകളും ബാലിസ്റ്റിക് മിസൈലുകളും അയച്ചതായി ഉക്രൈൻ വ്യോമസേന വ്യക്തമാക്കി. വ്യോമ പ്രതിരോധ സംവിധാനങ്ങൾ 111 ഡ്രോണുകൾ തകർത്തതായും അവർ പറഞ്ഞു. ആക്രമണങ്ങളിൽ നിരവധി ബിസിനസ് സ്ഥാപനങ്ങളും വെയർഹൌസുകളും തകർന്നതായും ചരക്ക് വാഗണുകൾ ഉൾപ്പെടെയുള്ള വാഹനങ്ങൾക്ക് നാശനഷ്ടങ്ങൾ സംഭവിച്ചതായും റിപ്പോർട്ടുകളുണ്ട്. മേഖലയിലെ ഊർജ്ജ, വ്യാവസായിക, റെസിഡൻഷ്യൽ അടിസ്ഥാന സൗകര്യങ്ങളെ ലക്ഷ്യമിട്ടായിരുന്നു റഷ്യൻ ആക്രമണം. ആക്രമണത്തിൽ തുറമുഖത്തിന് കാര്യമായ കേടുപാടുകൾ സംഭവിക്കുകയുണ്ടായി. ഊർജ്ജ സൗകര്യങ്ങൾ തകർക്കപ്പെടുകയും നിരവധി പ്രദേശങ്ങൾ ഇരുട്ടിലാവുകയും ചെയ്തിട്ടുണ്ട്. റഷ്യ യുദ്ധം കടുപ്പിക്കുന്നതിനിടെ വേനൽക്കാലത്തോടെ യുദ്ധം അവസാനിപ്പിക്കുന്നതിനായി റഷ്യയുടെ മേൽ US കൂടുതൽ സമ്മർദ്ദം ചെലുത്തണമെന്ന് ഉക്രൈനിയൻ പ്രസിഡന്റ് വ്ളാദിമിർ സെലൻസ്കി പറഞ്ഞു. 4 വർഷമായി തുടരുന്ന യുദ്ധം ജൂൺ മാസത്തോടെ അവസാനിപ്പിക്കണമെന്ന് വാഷിംഗ്ടൺ ആഗ്രഹിക്കുന്നുവെന്ന് സെലൻസ്കി നേരത്തെ പറഞ്ഞിരുന്നു. അതിനു പിന്നാലെയാണ് ഈ പ്രസ്താവന. മിയാമിയിൽ നടക്കുന്ന അടുത്ത ത്രികക്ഷി ചർച്ചകളിൽ പങ്കെടുക്കണമോ വേണ്ടയോ എന്ന് റഷ്യ ഇപ്പോഴും ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് സെലൻസ്കി കുറ്റപ്പെടുത്തി. അതേസമയം ഉക്രൈനിയൻ പ്രതിസന്ധി പരിഹരിക്കുന്നതിനുള്ള ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് എന്ന് റഷ്യൻ വിദേശകാര്യമന്ത്രി സെർജി ലാവ്റോവ് വ്യക്തമാക്കി. എന്നാൽ ഒരു തീരുമാനത്തിനായി ഇനിയും ഒരുപാട് ദൂരം സഞ്ചരിക്കാനുണ്ട് എന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി.